അവളെ നിന്റെ കഴുത്ത് വെട്ടി താഴെ റോഡിൽ കൊണ്ട് വെച്ചായി. എങ്ങനെ എങ്ങനെ ഇനി നീ ഫേസ്ബുക്കിലോ അല്ല യൂട്യൂബിലോ നീ വല്ല പോസ്റ്റ് നിന്റെ കഴുത്ത് വെട്ടി റോഡിൽ കൊണ്ട് വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് വെയ്, ഞാനൊന്ന് കാണട്ടെ. ചെയ്യുന്നവരെ ചെയ്യുന്നു. ടെററിസ്റ്റുകളുമായിട്ട് ബന്ധമുള്ള കുറച്ച് ഉദ്യോഗസ്ഥർ, വർഗീയവാദികളായിട്ടുള്ള കുറച്ച് പേര് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അതുപോലെ തന്നെ മയക്കുമരുന്ന് മാഫിയക്കെതിരെ ഞാൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ മയക്കുമരുന്ന് മാഫിയയുടെ തന്നെ ആൾക്കാർ ഈ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് അവിടെ ഇവിടെയൊക്കെ ഫംഗസ് പോലെ ഇരിപ്പുണ്ട്. കൊന്നുകളയും വെട്ടിക്കളയും തീർത്തുകളയും എന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് കണ്ടിന്യൂസ്ലി പറയുകയാണ്. എനിക്ക് ഇവിടെ നമ്മുടെ സ്വയം സേവനായ പാലക്കാടില് അദ്ദേഹത്തെ നിഷ്കരണം വെട്ടിക്കൊന്നു. അന്ന് അദ്ദേഹത്തെ കൊന്ന് അദ്ദേഹത്തിന് ജാമ്യം എടുത്തു കൊടുത്ത് ഇത് ചെയ്തത് ഈ പറയുന്ന ബസന്തിൻ്റെ മകൻ രഘുനാഥ് ബസന്ത. ഞാൻ തീവ്രവാദികൾക്കെതിരാണ്, ഞാൻ വിശ്വാസികൾക്കെതിരല്ല. പക്ഷെ ഇവർ പറയുമ്പോൾ ഇതിപ്പോൾ മറ്റേ BJPയുടെ കഥ പറഞ്ഞ പോലെയാണ്. ഇവിടുത്തെ രാജീവ് ചന്ദ്രശേഖരനെയോ K സുരേന്ദ്രനെയൊക്കെ നമ്മൾ എതിർക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ്? അവർക്കെതിരാണെന്നല്ല ഞാൻ. എനിക്കെതിരല്ല മക്കളെ, നിങ്ങൾക്കെതിരെ നിങ്ങൾ അടിച്ചോ. സ്വാമിയുടെ വിമർശനങ്ങൾ പലരെയും ഇതിലാക്കുന്നുണ്ട്. ഒരുപാട് ഭീഷണികൾ വന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം സ്വാമി സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കോടതിയെ സമീപിച്ചു എന്ന് പറയുന്നൊരു വാർത്ത പുറത്തു വരുന്നു. എന്തായിരുന്നു അതിന്റെ ആക്ച്വലി കർണാടകയിൽ എനിക്ക് പ്രൊട്ടക്ഷൻ ഉള്ളതാണ്, പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ളതാണ്. സായുധ സേന തന്നെയാണ്, വീട്ടിൽ തോക്കും പിടിച്ചൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അവിടുന്ന് ഇപ്പം ഞാൻ കേരളത്തിലെ ഈ വിഷയങ്ങൾ, ഇവിടുത്തെ ഈ മയക്കുമരുന്നിനും വർഗീയതയ്ക്കെതിരെയുള്ള എൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് സ്പിരിച്വൽ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ആൾക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞാനിവിടെ വേണമെന്ന് പറഞ്ഞ് എന്നെ നിരന്തരം വിളിച്ചു. ഞാൻ ഇടയ്ക്ക് വന്നും പോയി നിൽക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ തന്നെ എൻ്റെ ഒരു പ്രസൻസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ത്രെട്ട് ഒരുപാട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പേരിൽ കേരളം ഇങ്ങനെ കോടതിയെ പോലും എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതുണ്ട്. അത് അവരുടെ കർമ്മശുദ്ധിയുടെ ബേസ് ഇതാണ്. കാണുമ്പോൾ നല്ല ഉദ്യോഗസ്ഥൻ എന്നൊക്കെ തോന്നും, പക്ഷേ ഇതുപോലുള്ള ചില ഫ്രോഡ് പേഴ്സണാലിറ്റീസ് ഉണ്ട്. അവരും അതുപോലെ തന്നെ ഈ ടെററിസ്റ്റുകളുമായിട്ട് ബന്ധമുള്ള കുറച്ച് ഉദ്യോഗസ്ഥർ, വർഗീയവാദികളായിട്ടുള്ള കുറച്ച് പേര് ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. അതുപോലെ തന്നെ മയക്കുമരുന്ന് മാഫിയക്കെതിരെ ഞാൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ മയക്കുമരുന്ന് മാഫിയയുടെ തന്നെ ആൾക്കാർ ഈ ഡിപ്പാർട്ട്മെൻറ്റിനകത്ത് അവിടെ ഇവിടെയൊക്കെ ഫംഗസ് പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവർ എൻ്റെ പ്രൊട്ടക്ഷൻ ഇവിടെ ഡിനേ ചെയ്യുകയാണ്. കാരണം ഓൾറെഡി എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് കർണാടകയിൽ. ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് അവിടുത്തെ ഇത് ഇവിടെയും കൂടെ കിട്ടണം എന്നുള്ള ഒരു റിക്വസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. കാരണം പോലീസ് പറഞ്ഞാൽ അയ്യോ എനിക്ക് ഇതൊന്നുമില്ല, എല്ലാ യഥാർത്ഥ പോലീസല്ല, ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ചില വേസ്റ്റുകൾ. അപ്പോൾ അത് പോലീസ് കോടതിയെ കൂടെ തെറ്റിദ്ധരിപ്പിക്കുന്ന റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കോടതിയുടെ ശ്രദ്ധയെപ്പെടുത്തി. കാരണം എനിക്ക് 100% കോടതിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. കാരണം എനിക്ക് എന്ന് നീതി കിട്ടിയിട്ടുള്ള കോടതിയിൽ നിന്നാണ്. അപ്പോൾ അത് കോടതിയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തൊരു സംഭവമാണ്. അതിന്റെ വാർത്തയാണ് വന്നത്. താങ്കൾ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കേസിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ ഒരു ഹർജിക്ക് അടിസ്ഥാനമായിട്ടുള്ളത് DGPക്ക് കുറച്ച് റെക്കോർഡ്സ് കൊടുത്തു എന്ന് പറയുന്നത്. DGPക്ക് കാരണം പോലീസ് പറഞ്ഞത് എത്ര ഫേക്ക് റിപ്പോർട്ട് കൊടുത്താലും ആ റിപ്പോർട്ട് ഇപ്പം നമ്മൾ കൊടുത്ത റിപ്പോർട്ട് അവർക്ക് കോടതിക്ക് കൃത്യമായിട്ട് ചോദിക്കാൻ പറ്റുന്ന സാധനമാണ്. കാരണം അതിൽ DGP തന്നെ എൻ്റെ അഡ്വക്കേറ്റ് TM ഡോൾഗോജിയായിട്ട് സംസാരിച്ചപ്പോഴും അത് വ്യക്തമായിട്ട് പോലീസിനെതിരെയും കൂടെ ഒരു കംപ്ലൈൻറ്റ് അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ചില ഉദ്യോഗസ്ഥർ, കറപ്റ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ നമുക്ക് ഇത് ഡിനേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിപ്പോർട്ട്സ് കൊടുക്കുകയായിരുന്നു. അപ്പം അത് കോടതിയും കൂടെ പറ്റിക്കുന്ന കാര്യമാണല്ലോ. കാരണം കോടതി എപ്പോഴും റെക്കോർഡ്സ് ആണല്ലോ നോക്കുന്നത്. അപ്പോൾ അതിൻ്റെ എവിഡൻസ് സമർപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ധാർമ്മികമായിട്ടുള്ള ഇതാണ്. അപ്പോൾ അതുകൂടെ കൊടുത്തിരുന്നു. അതിൽ വ്യക്തമായിട്ട് ഓഡിയോ ത്രെഡ്സ് ഉണ്ട്, വീഡിയോ ത്രെഡ്സ് ഉണ്ട്. എന്നാൽ ഓഡിയോയും വീഡിയോയും ഇത്രയും ക്ലിയർ ആയിട്ടുള്ളപ്പോഴും പോലീസ് അത്തരത്തിൽ ഇത് കേട്ടിട്ടും അവർക്കത് മനസ്സിലാവാണ്ട് ഇത്തരത്തിലൊരു റിപ്പോർട്ട് കൊടുത്തു എന്ന് പറയുന്നത് അതിങ്ങനെയാണല്ലോ ഇവിടുത്തെ. വെള്ളാപ്പള്ളി നടേശൻ എടുക്കൂ, കൊന്നുകളയും വെട്ടിക്കളയും തീർത്തുകളയും എന്ന് പച്ചയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അത് കണ്ടിന്യൂസ്ലി പറയുകയാണ്. ഇപ്പം ഞാനിപ്പോൾ ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. എനിക്കിപ്പോൾ നമ്മൾ അറിയിക്കേണ്ടവരെ അറിയിക്കുക. പക്ഷേ ഇപ്പം ധർമ്മം പാലിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്.
മറ്റിടത്ത് ഒരു ശക്തിയിലും ഇൻഫ്ലുവൻസ്ഡ് ആവാത്തവർക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളവരാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. എനിക്കൊരു വിശ്വാസം കോടതിയോടുണ്ട്. അത് കോടതി എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത വഴികൾ നോക്കും. കേസ് 7-ാം തീയതിയിലേക്കാണ് വിശദവാദം കേൾക്കാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മൾ ഓഡിയോസ് കേട്ടു, വീഡിയോ കണ്ടു. അപ്പോൾ അത്രയും ക്രിസ്റ്റൽ ക്ലിയർ എവിഡൻസ് അവിടെ ഉള്ളപ്പോൾ കോടതിയിൽ നിന്നും എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ നീതിപൂർവമായിട്ടൊരു ഇടപെടൽ തന്നെ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ എന്തായാലും കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജ റിപ്പോർട്ട് കൊടുത്ത പോലീസുകാർക്കെതിരെ കൂടി അതിനുശേഷം താങ്കളൊരു മൂവ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. പോലീസ് ഇങ്ങനെ തന്നെയൊക്കെ ചെയ്തിട്ടുള്ളൂല്ലോ എന്നെ. മുമ്പ് ഇതൊക്കെ തന്നെയല്ലേ. ഇപ്പം കുറെ മാറ്റം വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം പണ്ടത്തെ പോലെ അല്ല. ഇന്ന് പോലീസ് ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷെ എന്നാലും മനസ്സിലാവണമല്ലോ ഇങ്ങനെ റിപ്പോർട്ട്സ് കൊടുക്കുമ്പോ. അത് അവിടുത്തെ മാന്യമായിട്ടാണ് പോലീസ് ഇത് കണ്ടപ്പോൾ വക്കീലിനോട് സംസാരിച്ചത്. ഈ തെളിവുകൾ നമ്മൾ അറിഞ്ഞില്ലായിരുന്നു, ഇത് ഇത്രയും സീരിയസ് ആണെന്ന് അത് അവർക്ക് ബോധ്യപ്പെട്ടു. പക്ഷെ അതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പോലീസിൽ തന്നെ 2 വിഭാഗങ്ങളുണ്ട്. പോസിറ്റീവ് ആയിട്ടുള്ള ധർമ്മത്തിന്റെ ഭാഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്, അധർമ്മികളുമുണ്ട്. അധർമ്മികൾ വളരെ കുറച്ചാണ്. അവർ ഇങ്ങനെ അതിൽ ഞാൻ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ പലവരുടെയും തനിനിറം എനിക്ക് പറയേണ്ടി വരും. പക്ഷെ ഞാനിപ്പോൾ എനിക്ക് പോലീസ് ഇപ്പൊ തൂഫാൻ ഹണ്ടിലാണ്. തൂഫാന്റെ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. പക്ഷേ ഈ തൂഫാൻ 2012 തൊട്ട് ഇത് തുടങ്ങി വെച്ചത്, ഇതിന്റെ ഫൈറ്റ്, ഇതിന്റെ പേരിൽ 59 + 6 ദിവസം ജയിലിൽ പോയി കിടന്നത് ഒക്കെ ഞാനാ. അതും കേരള ജനത്തിന് അറിയാം. പിന്നെ നോക്കട്ടെ, കാരണം എനിക്ക് കോടതിയോട് ഒരു വിശ്വാസം എന്തെന്ന് വെച്ചാൽ ഞാൻ എന്നും കോടതിയുടെ ഇതിനെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളൂ. കാരണം കോടതി എന്ന് പറയുന്നത് ക്ഷേത്രമാണ് ജനങ്ങളുടെ. അതിനകത്തിരിക്കുന്ന ജഡ്ജ് എന്ന് പറയുന്നത് അവിടുത്തെ വിഗ്രഹമാണ്. അവിടുത്തെ വക്കീലന്മാർ അവിടുത്തെ പൂജാരിമാരാണ്. നമ്മളവിടെ പ്രാർത്ഥിക്കാൻ പോകുന്നവരാണ്. കോടതിയിൽ ഒരാൾ പ്രാർത്ഥിക്കാൻ പോയിട്ട് അവിടുന്ന് നീതി കിട്ടിയില്ല, ആ പ്രാർത്ഥന വിളി കേട്ടില്ല എങ്കിൽ ആ പ്രാർത്ഥിക്കാൻ പോകുന്നവർ മറ്റു ശക്തികളിലേക്ക് അഭയം തേടും. പിന്നെ ഉണ്ടാവുന്നത് ചരിത്രങ്ങളായിരിക്കും. എല്ലാ കാലത്തും അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. പ്രത്യേകിച്ച് ഉള്ളിൽ ക്ഷേത്രം കൊണ്ട് നടക്കുന്നവര്, മനസ്സ് തന്നെ ക്ഷേത്രമാക്കിയവരാവുമ്പോൾ. അപ്പം എൻ്റെ കോടതി എന്ന് പറയുന്നത് സനാതന ധർമ്മത്തിൽ നിന്നും കോർത്തിണക്കി കൊണ്ടുവന്ന ഒരു ഇതാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു വാക്ക് ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ നമ്മുടെ സ്വയം സേവനായ പാലക്കാടില് അദ്ദേഹത്തെ നിഷ്കരണം വെട്ടിക്കൊന്നു. അന്ന് അദ്ദേഹത്തെ കൊന്ന് അദ്ദേഹത്തിന് ജാമ്യം എടുത്തു കൊടുത്ത് ഇത് ചെയ്തത് ഈ പറയുന്ന ബസന്തിന്റെ മകൻ രഘുനാഥ് ബസന്താണ്. അപ്പൊ ആ ജസ്റ്റിസിന്റെ മകൻ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് എതിരെ ആർക്കും ചോദിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ മരുമകളാണ് ലിസ് മാത്യു. സുപ്രീം കോർട്ട് കൊളീജിയം സപ്പോർട്ട് ചെയ്തു, ഇവ റെക്കമെൻഡ് ചെയ്തു. നമ്മളത് ഒബ്ജക്റ്റ് ചെയ്തു. പക്ഷെ ആ ഒബ്ജക്റ്റ് ചെയ്തതിൻ്റെ ഇമ്പാക്റ്റ് വന്നത് ഡൽഹിയിൽ നിന്ന് എങ്ങനെ വന്നല്ലോ, നരേന്ദ്രമോദിജിയും അമിത്ഷാജിയും അതുപോലെ തന്നെ മേഘ്വാൾജിയൊക്കെ നമ്മുടെ ഒരു വാക്കിന് നമ്മുടെ ഇവിടുത്തെ ജനങ്ങളുടെ വികാരം ഞാനവിടെ അറിയിച്ചു, പല സോഴ്സിലും അറിയിച്ചു. അതിൻ്റെ ഇത് ആ കൊളീജിയം സപ്പോർട്ട് ചെയ്ത് ആ ഫയൽ വരെ എടുത്ത് കളഞ്ഞു. അല്ലെങ്കിൽ അവരൊന്ന് ഹൈക്കോടതിയിൽ ജഡ്ജായിരിക്കേണ്ട. അങ്ങനെ നമ്മുടെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരു കാര്യവും ചെയ്യില്ല. 7-ാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം. അങ്ങനെ ഞാൻ ഇതാവുള്ളൂ. പിന്നെ എനിക്ക് പ്രൊട്ടക്ഷൻ തരണോ വേണ്ടെന്നുള്ളതൊക്കെ ഇവിടെ ഇപ്പോൾ ഇത്രയും നാളും ഞാനിവിടെ വന്നു. ഞാൻ എന്തായിരുന്നാലും മരിക്കേണ്ട സമയത്ത് ഞാൻ മരിക്കും. പിന്നെ ഒരു കാര്യം മാത്രമേ എനിക്ക് ഉറപ്പുള്ളൂ, ഞാനിവിടെ ഒറ്റയ്ക്ക് നടക്കുമ്പോഴും എന്നെ സംരക്ഷിക്കുന്ന ഒരു ശക്തിയും എന്നെ നിരീക്ഷിക്കുന്ന കുറേ കണ്ണുകളുമുണ്ട്. ഇപ്പോൾ ഒരാൾ മുഖാന്തരം ആണ് എനിക്ക് ജീവന് ഒരു അപായം ഉണ്ടായത്, അല്ലെങ്കിൽ എനിക്കെതിരെ ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് മനസ്സിലാക്കുന്ന നിമിഷം ആ ഉപദ്രവം ഉണ്ടാക്കുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി ചിലപ്പം ഏത് പോസ്റ്റിലിരിക്കുന്നവരും ആവാം, പൊളിറ്റിക്സിലോ മറ്റുള്ള ഏതിലായിരിക്കാം. അവർ ഒരു പനിയെങ്കിലും പിടിച്ചൊരു ആശുപത്രിയിൽ പോയെന്ന് വരും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സ്ഥലത്ത് അവർ എന്തെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആവാതിരിക്കില്ല. അവരെ അവിടെ വെച്ച് കൈകാര്യം ചെയ്യാനുള്ള ഒരു ശക്തിയും പിറകിലുണ്ടെന്നുള്ളത് ഇന്ന് പലവർക്കും ബോധ്യപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് എന്നെ വിട്ടതൊരു കാര്യത്തിന് വേണ്ടിയാണ്, ഞാനത് ചെയ്തു പോവും.
പിന്നെ ഈ സാധാരണക്കാർക്കല്ലല്ലോ എന്നെ കൊല്ലണം പിടിക്കണമെന്നൊക്കെ പറയുന്നത്. ഞാനൊരു ഗ്രൂപ്പിനെതിരെ ഫൈറ്റ് ചെയ്യുമ്പോൾ ആ ഗ്രൂപ്പിൽ ഒരു ലീഡർ ഉണ്ടാവും. ഇപ്പോൾ ഒരു പോലീസുകാരനെ കൊണ്ട് എനിക്കെതിരെ കേസ് എടുപ്പിച്ചാൽ ആ കേസ് എടുപ്പിക്കുന്നത് പോലീസുകാർക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല. പോലീസിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരുത്തനുണ്ടാവും, അവനായിരിക്കും നമ്മുടെ ടാർഗറ്റ്. എല്ലാത്തിൻ്റെയും പിന്നിലൊരു മാസ്റ്റർ ബ്രെയിൻ ഉണ്ട്. പ്രത്യേകിച്ച് മലയാളി എപ്പോഴും അങ്ങനെയാണ് കളിക്കുന്നത്. അതിൻ്റെ തിരിച്ചടിയാണ് മെയ് 17 ഞാനിവിടെ കാണിച്ചു കൊടുത്തതും. സർക്കാരിനെ കൊണ്ട് കളിപ്പിച്ചു, അല്ലെങ്കിൽ സർക്കാർ പോലീസിനെ ഉപയോഗിച്ച് തന്നെ മെയ് 17 2008 തോക്ക് കേസിൽ അകത്തിടുന്നു. അതേ വർഷം മെയ് 17 2009 ഇതേ പോലീസിനെ കൊണ്ട് തന്നെ തിരിച്ച് അടുപ്പിക്കാനുള്ള ഒരു പവർ, ഒരു ശക്തി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളത് ഇവിടുത്തെ ആൾക്കാർക്ക് ബോധ്യപ്പെടുത്താൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് ആ ഒരു ശക്തിക്ക് കഴിഞ്ഞെങ്കിൽ എല്ലാം അതുപോലെ തന്നെ ഉണ്ടാവും. ഇപ്പൊ താങ്കൾക്കെതിരെ വരുന്ന വധഭീഷണികളിലും കാര്യങ്ങളിലും ഒക്കെ പറയുന്ന ഒരു പ്രത്യേക സമുദായത്തെ എതിരെ പറയുന്നു, അല്ലെങ്കിൽ സംഘവിരുദ്ധനാണ് അത്തരത്തിലും, അല്ലെങ്കിൽ പ്രത്യേക ഒരു സമുദായത്തിനെതിരെ സംസാരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെയാണ്. താങ്കൾ ശരിക്കും ആർക്കെതിരെയാണ് താങ്കളുടെ ഫൈറ്റ്? ഈ ഇത്തരത്തിൽ ഭീഷണി മുഴക്കുന്നവരോട് പറയാനുള്ളത് എന്താണ്? അവരുടെ അവകാശമാണ് അവരെന്നെ തെറി വിളിക്കാൻ ഉള്ളത്. അത് അവരുടെ റൈറ്റാണ്. അവർക്ക് എന്നെ അറ്റാക്ക് ചെയ്യണമെന്ന് തോന്നുന്നത് അവരുടെ ഫീലിംഗ് ആണ്. അതവർ ചെയ്യട്ടെ. പക്ഷേ അവർ തെറ്റിദ്ധരിക്കപ്പെടുമ്പോൾ അവരുടെ ശത്രു ഞാനല്ല. അവർക്ക് ഇങ്ങനത്തെ ചിന്തകൾ കൊടുത്തുവിടുന്നവരാണ് അവരുടെ ശത്രുക്കൾ. ഞാൻ അവരെ എൻ്റെ ശത്രുവായിട്ട് കണ്ടിട്ടില്ല. പക്ഷെ അവർക്ക് ഞാൻ അവരുടെ ശത്രുവായിട്ട് തോന്നുന്നത് അതൊരു മായയായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ നേതൃത്വം അവർക്ക് അമ്മാതിരി ഒരു അവയർനെസ് അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരിക്കാം. യഥാർത്ഥത്തിൽ ഞാനിവിടെ ഒരു മതത്തിനും എതിരില്ല. ഞാൻ മതവിശ്വാസിയല്ല, എനിക്ക് മതമില്ല, ഞാനൊരു ആത്മീയവാദിയാണ്. പിന്നെ എല്ലാ സമുദായത്തിനകത്തും എല്ലാവർക്കും നല്ല ബഹുമാനവും സ്നേഹവും അറിവും നന്മയൊക്കെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. എല്ലാ മതപണ്ഡിതന്മാർ അല്ലെങ്കിൽ മതത്തെ ക്രിയേറ്റ് ചെയ്ത്, ഇപ്പോൾ ജീസസ് ക്രൈസ്റ്റ് ആയിക്കോട്ടെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിക്കോട്ടെ, നമ്മുടെ എല്ലാ യോഗീശ്വരന്മാരും ഗുരുതുല്യരും ആയിക്കോട്ടെ, അവരിലൊക്കെ ഓരോ നന്മകൾ അവർ സ്പ്രെഡ് ചെയ്തതായിട്ടാണ് അവരുടെ എല്ലാ മതഗ്രന്ഥങ്ങളിലൂടെ അറിയുന്നത്. ആ നന്മയെ മാത്രം ഞാൻ ബഹുമാനിക്കാറുള്ളൂ. ആ മതവിശ്വാസികൾ ആ സിസ്റ്റത്തിൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ നല്ലത് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷെ ഇതിനകത്ത് ഫനറ്റിക്സ് ഉണ്ട്, ഒരുപാട് മതവർഗീയവാദികളുണ്ട്, ജാതി വർഗീയവാദികളുണ്ട്, തീവ്രവാദികളുണ്ട്, ടെററിസ്റ്റുകൾ, ഭീകരവാദികളും ഉണ്ട്. അവരെയാണ് ഞാൻ എതിർക്കുന്നത്. അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും അവരുടെ ഐഡിയോളജിയും ഞാൻ എതിർക്കാറുണ്ട്. പക്ഷെ എന്ന് കരുതി ഞാൻ തീവ്രവാദികൾക്കെതിരാണ്, ഞാൻ വിശ്വാസികൾക്കെതിരല്ല. പക്ഷെ ഇവർ പറയുമ്പോൾ ഇതിപ്പോൾ മറ്റേ BJP കഥ പറഞ്ഞ പോലെയാണ്. ഇവിടുത്തെ രാജീവ് ചന്ദ്രശേഖരനെയോ കെ സുരേന്ദ്രനെയോ ഒക്കെ നമ്മൾ എതിർക്കുമ്പോൾ അവർ പറയുന്നത് എന്താണ്? അവർക്കെതിരാണെന്നല്ല ഞാൻ, എനിക്കെതിരല്ല മക്കളെ, നിങ്ങൾക്കെതിരെ നിങ്ങൾ അടിച്ചോ, ഹിന്ദുസത്തിനെതിരാണ്, സംഘത്തിനെതിരാണെന്ന് പറഞ്ഞാണ് ഇവർ ഇതാക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇവരും പറയുന്നത്. അത് ആദ്യം ഇങ്ങനെ വരും, പിന്നെ ഇവർ തിരിച്ചറിയും, അവരൊന്ന് മാറിപ്പോവും, പിന്നെ പുതിയൊരു ഫോം ഉണ്ടാവും, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, അതിങ്ങനെ വരും, ഇതിങ്ങനെ ഒന്ന് തിരുത്തും, അടുത്ത് വരും, അതിങ്ങനെ വന്നുകൊണ്ടിരിക്കില്ലേ. ബിക്കോസ് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് പ്രതികരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പം എന്തായിരുന്നാലും ഇവർ ഈ ഭീഷണികളൊക്കെ വരുന്നത് കൊണ്ട് എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ എന്തോ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ പ്രേതമായിട്ടിരിക്കുന്നില്ല. ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്ന ശക്തികൾ ഭയക്കുന്നുണ്ട്. ഭയം ചിലപ്പോൾ ഭയം ഉണ്ടാവാം, ചിലപ്പോൾ ബോധം ഉണ്ടാവില്ല എന്ന് വരാം. ചാവേറുകൾ എറിഞ്ഞു തരുന്നത് അതുകൊണ്ടായിരിക്കണമല്ലോ. അവര് വരട്ടെ. ഇപ്പം നമുക്കൊക്കെ ഒരു ഇതുണ്ടല്ലോ, ശ്രീകൃഷ്ണൻ ചെയ്ത കാര്യങ്ങള് അദ്ദേഹം നിഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഓരോരുത്തർക്ക് അദ്ദേഹം മരിക്കുന്ന സമയത്ത് എങ്ങനെയാണ്, അത് വേടന്റെ അമ്പ് കൊണ്ട് മരിച്ചു. അപ്പൊ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വിധി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പൊ എന്റെ വിധി എന്താണെന്ന് വെച്ചാൽ അത് അതുപോലെ വരുന്നതിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നടക്കട്ടെ. പക്ഷെ നമ്മളുടെ കർമ്മം ചെയ്യുക. ഇപ്പം ഇത് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ തന്നെ പറഞ്ഞു ഭീഷണി വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എടുത്തു, ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒറ്റയ്ക്ക് വാടാന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് വേറെ സെക്യൂരിറ്റീസിനെ ഒന്നും ഞാൻ കൂട്ടിയിട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് വന്ന് നടക്കുക. അവന്മാരെ ആക്രമിക്കാൻ പറ്റുമെങ്കിൽ വരട്ടെ, അപ്പൊ പിന്നെ അടുത്ത വേറെ സംഭവം നോക്കാമല്ലോ. ആക്രമിക്കാൻ വരട്ടെ. ഇപ്പോ വെല്ലുവിളിക്കുന്നവരിലെ തീവ്രവാദികൾ ഉണ്ടെങ്കിൽ അവർ ആക്രമിക്കാൻ വരട്ടെന്നേ. കാരണം തീവ്രവാദികൾക്ക് എന്നോടുള്ള ദേഷ്യം എന്തെന്ന് വെച്ചാൽ, ഞാനൊരു 12 പ്രാവശ്യമാണ് ഡൽഹിയിൽ PFIനെ ബാൻ ചെയ്യാൻ വേണ്ടി പോയത്. അവിടെയുള്ള എൻ്റെ സ്വയം സേവക്സും എൻ്റെ യഥാർത്ഥ നമ്മളിവിടെ കേരളത്തിൽ കാണുന്ന ഈ കപട സംഖ്യകളല്ല, യഥാർത്ഥ സ്വയം സേവക്സും RSSലുള്ള ആൾക്കാരും
എൻ്റെ പേട്രിയോട്സ് ആയിട്ടുള്ള എൻ്റെ ബ്രദേഴ്സ് എല്ലാവരും കൂടെ ചേർന്നിട്ട് നടത്തിയ ഒരു സപ്പോർട്ടാണ് കേരളത്തിന് വേണ്ടി ഞാൻ ചെയ്ത റിക്വസ്റ്റാണ്. അതിൻ്റെ പേരിൽ 12,000 തന്നെ പിടിച്ചോണ്ട് പോയി. പിന്നെ ഒരു ശല്യം തന്നെ മാറിയത് അതുകൊണ്ടാണ്. പിന്നെ അങ്ങനത്തെ കുറച്ച് ആൾക്കാർ, പിന്നെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ത്രെട്ടാണ് ഡ്രഗ് ടെററിസം. അത് ടെററിസമാണത്. അതിനെതിരെ 2012 തൊട്ടുള്ള എൻ്റെ ഫൈറ്റ്, ഞാൻ ഒരുപാട് വിവരങ്ങൾ പോലീസിനും എക്സൈസിനും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും നമ്മളുടെ ടീം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലൊക്കെ അകത്ത് പോയി കിടന്നവന്മാർക്കൊക്കെ നമ്മളോട് എന്തായിരുന്നാലും ദേഷ്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഭീഷണിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവരാരാണ് ഭീഷണി ഉണ്ടെന്ന് പറയും. ഇവരാണ് ഇപ്പം ഈ പോലീസ് തന്നെ ഭീഷണി കൊണ്ടത്. ഇപ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശന് ഈ വൈ കാറ്റഗറി വൈ പ്ലസ് ഒക്കെ കൊടുത്തിരിക്കുന്നത് എന്ത് ഭീഷണിയുടെ പേരിലാണ്? ആ പ്രതീഷ് വിശ്വനാഥ് എന്ന് പറഞ്ഞ ഒരു മാനിപ്പുലേറ്റർ ഉണ്ട്. അയാൾ ചെന്ന് കോയമ്പത്തൂരിൽ നിന്ന് ഫോണിൽ വിളിച്ച് പറഞ്ഞ് പിന്നെ ഒരു കത്തൊക്കെ എഴുതിയതിൻ്റെ പേരിൽ കിട്ടിയൊരു സാധനം. എനിക്കങ്ങനെ ഒന്നുമില്ല. എൻ്റെ എല്ലാത്തിനെയും ക്ലിയർ എവിഡൻസ് ഞാൻ കൊടുക്കും. എനിക്ക് കോടതി, എൻ്റെ കാര്യത്തിൽ കോടതിക്ക് ധർമ്മത്തിൻ്റെ ഭാഗം നിൽക്കുന്നതാണ് കോടതി എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് കോടതി കൃത്യമായിട്ട് തെളിവ് എനിക്ക് കൊടുക്കാൻ ഞാനും ബാധ്യസ്ഥനാണ്. എനിക്കങ്ങനെ വെറുതെ അത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇതൊന്നുമല്ല. പിന്നെ എൻ്റെ ത്രെട്ടൊക്കെ എന്ന് വെച്ചാൽ എന്നെ കൊല്ലുമെന്ന് പറയുന്നാലും പിടിക്കുന്ന എല്ലാം സോഷ്യൽ മീഡിയയിലൊക്കെ എഴുതി ഒരാളുടെ ഫീലാണല്ലോ. ഊമക്കത്ത് എഴുതുന്നതും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നതും എല്ലാം മനുഷ്യൻ തന്നെയല്ലേ, അത് ഒന്നും അല്ലല്ലോ. പിന്നെ ഇത് നമ്മളെ ഭീഷണിപ്പെടുത്തിയ ആൾക്കാരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരട്ടെ. ഇവിടെ നിയമത്തെ പരിപാലിക്കാൻ വേണ്ടിയിട്ടാണല്ലോ പോലീസും സംവിധാനവും. പറഞ്ഞതിൽ തന്നെ നമുക്ക് നിർത്താം. ഇപ്പൊ ഇങ്ങനെ ഭീഷണികൾ വരുമ്പോൾ യു ആർ ഡൂയിങ് സംതിങ്, എന്തോ താങ്കൾ ചെയ്യുന്നുണ്ട്. അത് ഭയക്കേണ്ടവര് ഭയപ്പെടുത്തുന്നുമുണ്ട്. അവര് ഭയക്കട്ടെ, അവര് പ്രതികരിക്കട്ടെ, അവരവരുടെ പണി ചെയ്യട്ടെ, നമ്മൾ നമ്മുടെ പണി ചെയ്യും. നമ്മുടെ പാത കൃത്യമാണ് എന്നുള്ളതിന്റെ സൂചന തന്നെയാണല്ലോ അത്. സോ ഓൾ ദി ബെസ്റ്റ്. ഭീരുവായ സുഹൃത്തിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് ധീരനായ ശത്രുവിനെയാണ്. ആ ശത്രു മുന്നിൽ ഉണ്ടാവട്ടെ ഞങ്ങളെ എല്ലാവരെയും. ആ ശത്രുവാണ് ഇന്ന് എന്നെ ഞാനാക്കിയത്. ആ ശക്തിയാണ് എനിക്ക് ഇന്നും മുന്നോട്ട് പോകാനുള്ള പ്രചോദനം. താങ്ക് യു.